ഈ ഗ്രോ ബാഗൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ ഞാൻ അവരിനോട് ചോദിച്ചിരുന്നു, ഈ കടക്കാരനോട് എത്ര മണ്ണ് ഇടണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഫുള്ള് നിറയ്ക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് ഫുള്ളല്ല, അതിൻ്റെ കാൽഭാഗം നിറച്ചിട്ടുണ്ടെങ്കിലും പ്ലാന്റ്സൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഈ വെണ്ട പ്രത്യേകിച്ച് അധികം ഇതിന് വളമൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. നല്ലോണം ഇത് വിളവ് കിട്ടുന്നുണ്ടായിരുന്നു. ഉണ്ടോ ഇത് ഞാനിപ്പോൾ നിറച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയില ആദ്യം നിറച്ചിട്ട് പിന്നെ ഇതിൽ 50% നമ്മൾ മണ്ണ് എടുക്കും. മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ റെഡ് സോയിലാണ്, കല്ലൊക്കെയാണ് മിക്കവാറും. മണ്ണ് എന്ന് പറയാൻ പറ്റില്ല അതിൽ. എന്നാലും ഒരു നമ്മുടെ വേരിന് കുറച്ച് ബലം കിട്ടും. അതായത് ജസ്റ്റ് കൊക്കോ പീറ്റൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആവുമല്ലോ സോയിൽ. ഇതൊരു മീഡിയം ആവാൻ വേണ്ടിയിട്ട് ഞാൻ 50% മണ്ണെടുത്തു. പിന്നെ ബാക്കി 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയും കൊക്കോ പീറ്റും. അപ്പോൾ 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര എടുക്കുന്നത് വെച്ചാൽ ടോട്ടൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ അളക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പാത്രമാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 പാത്രം മണ്ണെടുക്കും. എന്നിട്ട് അതേ പാത്രത്തിൻ്റെ അളവിൽ ഒരു പാത്രം ചാണകപ്പൊടിയും ഒരു പാത്രം കൊക്കോ പീറ്റും. അപ്പോൾ താഴെ നടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡ് സോയിലാവുമ്പോൾ ഭയങ്കര ഹാർഡാവും വേനൽക്കാലത്ത്. പിന്നെ വേരോട്ടം ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി ഈ പ്ലാന്റ്സിനൊക്കെ. അപ്പോൾ അത് ഗ്രോ ചെയ്യില്ല. ഇതാവുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ റെഡ് സോയിൽ അത്യാവശ്യം ഒരു സപ്പോർട്ടും കൊടുക്കും. പിന്നെ കൊക്കോ പീറ്റും ചാണകപ്പൊടിയും അതിന് ആവശ്യമുള്ള മോയ്സ്ചർ റിട്ടൻഷനും വളങ്ങളും കൊടുക്കും. അപ്പോൾ ഞാൻ പിന്നെ ഇതിന് വളം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ. അങ്ങനെയാണ്